ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ചൂടും ഒത്തുചേരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് കേരള രാഷ്ട്രീയം ഇന്ന് കടന്നു പോകുന്നത്. ഈ രാഷ്ട്രീയ കൊടുങ്കാറ്റിന്റെ കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരനാണ്. തന്നെ മത്സരിപ്പിക്കാനായി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം പോസ്റ്ററുകൾ പതിയുമ്പോഴും മത്സരിക്കാൻ ഞാനില്ല എന്ന കർക്കശമായ നിലപാടാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഇത് വെറും ഒരു പിൻവാങ്ങലല്ല, മറിച്ച് തന്റെ രാഷ്ട്രീയ നിലപാടുകളുടെയും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളുടെയും ഒരു തുറന്നു പറച്ചിൽ കൂടിയാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നത് ശരിയല്ലെന്നും ഇത്തവണ മാറി നിൽക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. കായംകുളം മുതൽ തിരുവമ്പാടി വരെ തനിക്ക് വേണ്ടി പോസ്റ്ററുകൾ ഉയരുന്നത് സ്നേഹം കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും തന്ത്രത്തിന്റെ ഭാഗമാണോ എന്ന സംശയം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിഴലിക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ അറിയുന്നില്ല എന്ന് പറയുമ്പോഴും പാർട്ടിക്കുള്ളിൽ നിന്ന് തനിക്ക് പണി തരുന്ന ഒരു ഒറ്റുകാരനുണ്ടെന്ന കാര്യം അദ്ദേഹം ഗൗരവത്തോടെയാണ് ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് തൃശൂരിലെ പരാജയത്തെയും പാർട്ടിക്കുള്ളിലെ ചതിക്കുഴികളെയും കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് ഏറെ പ്രാധാന്യമർഹിക്കുന്നു. തൃശൂരിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഉള്ളിൽ നിന്ന് തന്നെ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അവരെ സൂക്ഷിക്കണമെന്നും അദ്ദേഹം ആവർത്തിക്കുന്നു. ലീഡറുടെ മകൾ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് ചേക്കേറിയത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരുന്നു. എന്നാൽ പിന്നീട് പത്മജ നേരിട്ട രാഷ്ട്രീയമായ അവഗണനകളും ഒറ്റപ്പെടലുകളും മുരളീധരന്റെ വാക്കുകളിൽ പരോക്ഷമായി കടന്നുവരുന്നുണ്ട്. സ്വന്തം പാർട്ടിക്കുള്ളിലെ വിശ്വസ്തതയെക്കുറിച്ചും പുറത്തു പോകുന്നവരെ കുറിച്ചും ആശങ്കപ്പെടേണ്ടതില്ലെന്ന് പറയുമ്പോഴും തൃശൂരിലെ ഒറ്റുകാരനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. കേരളത്തിലെ വരാനിരിക്കുന്ന പോരാട്ടം UDFും BJPയും തമ്മിലാണെന്ന വലിയൊരു പ്രവചനം കൂടി മുരളീധരൻ നടത്തുന്നുണ്ട്. CPMും BJPയും തമ്മിൽ വലിയൊരു അന്തർധാരയുണ്ടെന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ CPM-BJP സഖ്യത്തെയാണ് UDFന് നേരിടേണ്ടി വരികയെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. നേമത്തെ രാഷ്ട്രീയത്തെ കുറിച്ച് പരാമർശിക്കുമ്പോൾ സംഘിയും വേണ്ട സംഘിക്കുട്ടിയും വേണ്ട, നേമത്തെ UDF മതി എന്ന കടുത്ത നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ശിവൻകുട്ടിയെ സംഘിക്കുട്ടി എന്ന് വിശേഷിപ്പിച്ച ശേഷം ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ CPMനെ തുണയ്ക്കില്ലെന്നും UDF തിരിച്ചു വരുമെന്നും പ്രത്യാശിക്കുന്നു. മത്സരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല താനെന്നും വ്യക്തിപരമായി താല്പര്യമില്ലെന്ന് പറയുമ്പോഴും പന്ത് ഇപ്പോഴും ഹൈക്കമാൻഡിന്റെ കോർട്ടിലാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. വിജയവും തോൽവിയും ആവർത്തിച്ചുള്ള പോരാട്ടങ്ങളിൽ തളർന്നിട്ടാണോ അതോ ശരിയായ സമയത്ത് മാറി നിൽക്കാനുള്ള രാഷ്ട്രീയ ബുദ്ധിയിലാണോ മുരളീധരൻ ഈ തീരുമാനമെടുത്തതെന്ന് കേരളം ഉറ്റുനോക്കുകയാണ്. ഒറ്റുകാരെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ കോൺഗ്രസിനുള്ളിൽ വരും ദിവസങ്ങളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ തർക്കമില്ല.